അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടി MG കൊണ്ടുവന്നിരിക്കുകയാണ്. MG ഹെക്ടർ ടൊമഹാക്ക് എന്നാണ് വണ്ടീൻ്റെ പേര്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിലുള്ള MG ഹെക്ടറായിട്ട് യാതൊരു ബന്ധവും തന്നെ ഈ വണ്ടിക്കില്ല. ഈ വണ്ടി തീർത്തും പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീൽ ബേസ് വേറെയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് വേറെയാണ്, എല്ലാം കൊണ്ടും വേറെ തന്നെ ഒരു വണ്ടിയാണ്. ഫ്രണ്ട് ലുക്ക് വേറെയാണ്. ഒരു ടോട്ടൽ ബാറ്ററിയിൽ ഓടുന്ന വണ്ടി, പിന്നെ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡുമാണ് MG കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് വണ്ടിയും ഡയമെൻഷനൊക്കെ സെയിം ആണ്. പക്ഷേ ഫ്രണ്ട് ലുക്കൊക്കെ ഇപ്പം പ്ലഗ് ഇൻ ഹൈബ്രിഡിന് ഒരു ഗ്രില്ല് വരുന്നുണ്ട്, ഒരു എഞ്ചിൻ വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ഗ്രില്ലും വരുന്നുണ്ട്. മറ്റേതൊരു ഗ്രില്ലില്ലാത്ത സാധാരണ ടോട്ടൽ ഒരു EV എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെയാണുള്ളത്. ഒരു ഫുൾ ടാങ്കിൽ 1100 കിലോമീറ്റർ ഓടുന്നതാണ് MG അവകാശപ്പെടുന്നത്. അതൊരു 50 ലിറ്റർ ടാങ്കാണ്. അപ്പോൾ ഏകദേശം ഒരു 22 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് MG പറയുന്നത്. ആ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടിയിൽ ഒരു 20.5 കിലോവാട്ട് ബാറ്ററി ഉള്ളത്. അതിൽ മാത്രം ഒരു 110 കിലോമീറ്റർ റേഞ്ചാണ് കിട്ടുക. ഒരു 1500cc ടെർബോ പെട്രോൾ എഞ്ചിനാണ് അതിൽ വരുന്നത്. ടോട്ടൽ EVയിൽ ഒരു 69.2 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണുള്ളത്. അത് ഒരു 510-520 കിലോമീറ്ററാണ് ഓടുന്നതാണ് MG പറയുന്നത്. അപ്പോൾ 25 ലക്ഷത്തിന് ഈ വണ്ടി ഒരു അടിപൊളി വർത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം.